ശബരിമലയിൽ ഇപ്പം മുഴുവൻ പ്രശ്നങ്ങളാണ്. ആദ്യം നമ്മുടെ LDF സർക്കാർ യുവതീ പ്രവേശനം, പിന്നെ അയ്യപ്പ സംഗമം, ഇപ്പോ ശബരിമല കൊള്ള, ഏറ്റവും ഒടുവിൽ അയ്യപ്പന്മാരോട് കൂടി ഇവർ ഈ ക്രൂരത കാണിക്കുകയാണ്. എന്താണ് ഈ LDF സർക്കാരിന് നമ്മുടെ ശബരിമലയോടും നമ്മുടെ അയ്യപ്പന്മാരോടുള്ള പ്രശ്നം? ശബരിമലയോട് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് മൊത്തം ഹിന്ദുത്വം അല്ലെങ്കിൽ ഹിന്ദുത്വ ആശയങ്ങളോട് അല്ലെ ഹിന്ദു വിശ്വാസങ്ങളോട് മൊത്തത്തിൽ CPM-നുള്ള നിലപാട് ശബരിമലയിൽ വളരെ വ്യക്തമായി റിഫ്ലക്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശബരിമല ഒരു സ്പെഷ്യൽ കേസായിട്ട് കാണേണ്ടതെന്നല്ല. ഗുരുവായൂർ പോയാലും ഇനി തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കാസർഗോഡോ ഏത് അമ്പലത്തിൽ പോയാലും ദേവസ്വം ബോർഡാ ഭരിക്കുന്നുണ്ടെങ്കിൽ സെയിം ആറ്റിറ്റ്യൂഡ്, അതായത് ഹിന്ദു വിശ്വാസങ്ങളോടുള്ള സർക്കാരിന്റെ നിലപാട് ശബരിമലയിൽ ഒരുപാട് ആൾക്കാർ വരുന്നതുകൊണ്ട് അത് വലിയ ചർച്ചയാവുന്നതുകൊണ്ട് എല്ലാവരും ചർച്ച വിഷയമാവുന്നു. ഏതെങ്കിലും ഒരു ചെറിയ അമ്പലത്തിൽ പോയപ്പം എൻ്റെ നാട് മാമാനെക്കുന്നിലുള്ള ദേവീ ക്ഷേത്രത്തിൽ പോയാലും ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് ഇതേ ആറ്റിറ്റ്യൂഡാണ്. അതുകൊണ്ട് ഇതിനെന്താ സ്പെഷ്യൽ എന്നൊന്നുമില്ല. എല്ലായിടെയും CPM-നുള്ള നിലപാട് നാട്ടുകാരറിയുന്നു ശബരിമലയിലൂടെ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ശബരിമലയിൽ ഇപ്പോ അയ്യപ്പന്മാരുടെ അവസ്ഥ എന്താണ്? അവിടെ പിന്നെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. എല്ലാവർക്കും പക്ഷെ മുഴുവൻ അങ്ങോട്ട് എത്തിയിട്ടില്ല. നമ്മുടെ ദേവസ്വം പ്രസിഡന്റ് അടക്കം തുറന്നു പറഞ്ഞെങ്കിൽ കൂടി അവരിതുകൊണ്ട് എന്തെങ്കിലും ലക്ഷ്യം വെക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഉറപ്പായിട്ടും. ആദ്യം ഞാൻ ശബരിമലയിൽ ഇന്നലെയായിരുന്നു ഞാൻ പോയത്. ഞാൻ എന്താണ് കണ്ടത്, ഞാൻ പോയപ്പോൾ ഞാൻ അനുഭവിച്ച എന്താണെന്ന് ഞാൻ പറയാം. ഞാൻ നിലക്കലെത്തി നമ്മൾ നമ്മുടെ കാറിൽ തന്നെയായിരുന്നു പോകുന്നുണ്ടായിരുന്നത്. അപ്പൊ പമ്പ വരെ നമ്മളവിടെ പോയി, പമ്പയിൽ ഇറക്കി നമ്മളോട് ഒരുമിച്ചുള്ള ആള് തിരിച്ചും വന്നു. പമ്പയിൽ ഞാൻ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ക്യൂ ഒന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, സ്പോട്ട് ബുക്കിംഗ് ആയിരുന്നു ചെയ്തത്. സ്പോട്ട് ബുക്കിംഗ് ചെയ്യാൻ പോയപ്പോൾ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അവിടെയുള്ള പോലീസുകാരൻ SR അങ്ങനെ ഓരോ ലെറ്റർ എടുത്ത് എഴുതിയിട്ടും തിരക്കില്ല, അതായത് ആരും വരാനില്ല എന്നുള്ളത് കൊണ്ട് തന്നെ തിരക്കുണ്ടായിരുന്നില്ല. അതിനുശേഷം കെട്ട് നിറയ്ക്കാൻ എൻ്റെ ഒരുമിച്ചുള്ള ആൾക്കാർ പമ്പയിൽ നിന്നാണ് കെട്ട് നിറച്ചത്. ഞാൻ അതിന്റെ വീഡിയോസ് അയച്ചുതരാം. പമ്പയിലും കെട്ട് നിറക്കാൻ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ കയറി മരക്കൂട്ട് എത്തുന്നതിന് മുന്നേ വലിയൊരു മാസമായിട്ട് അവിടെ തിരക്ക് സൃഷ്ടിക്കപ്പെട്ടത്. കാരണം ആൾക്കാരില്ല. കാരണം നമ്മൾ കയറി പോകുമ്പോൾ ഇറങ്ങി വരുമ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നിത്യ സന്ദർശകനാണ് ശബരിമലയിൽ. അപ്പൊ നമുക്ക് മൊത്തത്തിലൊരു തിരക്കുണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു തിരക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. സർക്കാരും പോലീസും ദേവസ്വം ബോർഡും കൂടി സൃഷ്ടിച്ച ഒരു തിരക്ക് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഭക്തരോട് വളരെ മോശമായ രീതിയിൽ പോലീസ് പെരുമാറുന്നത് മുതൽ വെള്ളമോ ഭക്ഷണമോ ഇരിക്കാൻ സ്ഥലമോ ഇല്ലാതെ അവിടെ വരുന്ന ഭക്തരെ നിയന്ത്രിക്കുന്നു. ഇരിക്കാൻ സ്ഥലം കൊടുക്കാതെ നിയന്ത്രിക്കുന്നു എന്നൊക്കെ പറയുന്നത് വിചിത്രമായ ഏർപ്പാട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് ഇത് ഭയാനകമായ അവസ്ഥയാണ്. ഞാൻ വെല്ലുവിളിക്കുന്നു, പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് പോകുന്ന വഴിക്ക് മരക്കൂട്ടം എത്തുന്നതിന് മുന്നേ, അതായത് മരക്കൂട്ടത്ത് ഒരു 3-4 ഷെഡ് ഉണ്ട്, അത് എത്തുന്നതിന് മുന്നേ, അതായത് ശബരിപീഠ് എത്തുന്നതിന് മുന്നേ കഴിഞ്ഞ വർഷങ്ങളിലോ ഈ വർഷങ്ങളിലോ പുതുതായി ക്രിയേറ്റ് ചെയ്തിരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് എങ്കിൽ ഇല്ല. കഴിഞ്ഞ വർഷങ്ങളിൽ കല്ലുരുണ്ട് വീണതും പണ്ട് കെട്ടിയ മതിലിന്റെ കഷ്ണങ്ങൾ പൊട്ടിയതുമാണ് അവിടെ ഇരിക്കുന്ന അയ്യപ്പൻ. അപ്പൊ മൊത്തത്തിൽ ശബരിമലയിൽ എന്റെ അനുഭവം എന്ന് പറയുന്നത് അയ്യപ്പന്മാരെ വളരെയധികം ഉപദ്രവിച്ചുകൊണ്ട് ഇവരാരും വരരുത് എന്നുള്ള കൃത്യമായ ഇന്റൻഷനോട് കൂടിയിട്ട് അയ്യപ്പന്മാരെ ട്രീറ്റ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. ലക്ഷക്കണക്കിന് ഭക്തരാണ് ഓരോ മണ്ഡലകാലത്തും അവിടേക്ക് ഇരച്ചെത്താറുണ്ട്. നമ്മുടെ ശബരിമലയിലെ വരുമാനം എന്ന് പറഞ്ഞത് അത്രത്തോളം എല്ലാവർക്കും അറിയാം. അപ്പൊ ഇത്രത്തോളം ഫണ്ട് കിട്ടിയിട്ട് അവർ പിന്നെ എന്താണ് അതുകൊണ്ട് ചെയ്യുന്നത്? നമ്മൾ ഇരിക്കാനുള്ള ഇരിപ്പിടം പോലും ഇല്ലെങ്കിൽ എന്താ അവസ്ഥ? ഫണ്ട് എന്താ ചെയ്യുന്നതെന്നുള്ള കാര്യം ഞാൻ പറയണ്ടല്ലോ. കാരണം മുരാരി ബാബുവിന്റെ വീടിനെ പറ്റിയൊക്കെ നമ്മൾ ചർച്ചകൾ കണ്ടു, ബംഗ്ലാവ് പണിത്. അപ്പൊ ഫണ്ട് വളരെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ കള്ളപ്പണം കള്ളപ്പേരും പറഞ്ഞ് അവിടെയുള്ള ഉദ്യോഗസ്ഥ വൃന്ദരും വീടുകളിലേക്ക് എത്തിക്കുകയാണ് എന്നുള്ളത് ഒരു വശം. അതാണ് ശരിക്കും അവിടെ നടക്കുന്നത്. പിന്നെ ശബരിമലയിൽ ആള് വന്നുപോലും പന്തളത്തമ്പലത്തിൽ ആൾക്കാർ വന്നുപോലും ഇത് ദേവസ്വം ബോർഡിനെ എഫക്ട് ചെയ്യുന്നില്ല. എവിടെ ഇടുന്ന പണവും ഒറ്റ ദേവസ്വം ബോർഡിലേക്കാണ് പോകുന്നത്. ആ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ട്. അതുകൊണ്ട് ശബരിമല എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ സാധനം, അവിടെ വരുന്ന ഭക്തി അങ്ങനെയൊന്നുമില്ല. എവിടെയായിരുന്നാലും കെട്ട് നിറച്ച അയ്യപ്പൻ അഭിഷേകം ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു അയ്യപ്പന്റെ അമ്പലത്തിൽ പോകും കേരളത്തിൽ. ഒന്നുകിൽ ശബരിമലയിൽ പോകും. പിന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നു പോകാൻ പറ്റാത്തവര് പന്തളത്ത് പോകുന്നുണ്ട്. ഭണ്ണാരത്തിലിടുന്ന പൈസ ഒന്നാണ്. കാരണം അവൻ വീട്ടിൽ നിന്ന് ഇത് ഭഗവാന് കെട്ടിക്കൊണ്ടിരുന്നത്. ദേവസ്വം ബോർഡിന് കൃത്യമായ പൈസ കിട്ടുന്നുണ്ട്. ആ പൈസ വളരെ കൃത്യമായിട്ട് തന്നെ അവിടെയുള്ള ഉദ്യോഗസ്ഥർ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നുണ്ട്. അവിടെ വരുന്ന ഭക്തർക്ക് കുടിവെള്ളം കൊടുക്കാനോ, അവിടെ വരുന്ന ഭക്തർക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റി കൊടുക്കാനോ, അവിടെ വരുന്ന ഭക്തർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉപകാരപ്രദമാവുന്ന ചെയ്യാൻ സർക്കാരോ ദേവസ്വം ബോർഡോ തയ്യാറല്ല. മരക്കൂട്ടത്തിൽ നിന്നും സന്നിധാനത്തേക്ക് നടന്നു പോകുന്ന നമ്മുടെ ട്രാക്ടർ റോഡ് ഉണ്ടല്ലോ, അയ്യപ്പ റോഡ് വഴി പോകുമ്പോൾ ഇടത് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ അടുക്കി വെച്ചിട്ട് കാണാം.
ഈ മണ്ഡലകാല മകരവിളക്ക് സമയത്തേക്ക് പണിയാനുള്ള ബാത്റൂമിന്റെ ഐറ്റംസ് ആണ് അത് എന്നാ പറയുന്നത്. അപ്പൊ ഞാനിത് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഇറങ്ങി വരുന്നവരും കയറി വരുന്നതിന്റെ ഇടക്കൂട്ടിയെ പോകുന്നതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഏതെങ്കിലും നിങ്ങൾക്ക് അവിടെ മാധ്യമ സുഹൃത്തുക്കളുടെ പറയാം. അതിന്റെ മുകളിൽ ഒരു വെള്ള ബോർഡ് ഉണ്ട്, ഈ ബാത്റൂമിന്റെ നിലത്തിടുന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ മുകളിൽ മൊത്തം നിങ്ങൾക്ക് ഈ ചോരയുടെ കറ കാണാൻ വേണ്ടി സാധിക്കും. എന്തുകൊണ്ടാ വെച്ചാൽ അതിലൂടെ പോകുമ്പോൾ ഈ കമ്പിയൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഭക്തര് ചെരുപ്പിടാതെ പോവുക, അതിന് തട്ടുക. എന്നിട്ട് എന്റെ ചോദ്യം, ശബരിമലയിൽ വൃശ്ചികം 1 നട തുറക്കുമെന്ന് അറിയാത്ത ഏതെങ്കിലും ഒരു അയ്യപ്പ വിശ്വാസി ഉണ്ടോ? എന്ത് ഇത് ദേവസ്വം ബോർഡിന് അല്ല, അയ്യപ്പ വിശ്വാസി തന്നെ മലയാളിയുണ്ട്. ആന്ധ്രയിലുള്ളതോ തമിഴ്നാട്ടിലുള്ളതോ കർണാടകത്തിലുള്ളതോ ആയ എല്ലാ അയ്യപ്പന്മാർക്കും ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്നുള്ള കാര്യം അറിയാം. എന്തേ ദേവസ്വം ബോർഡിന് ഇത് അറിയാത്ത? വളരെ വിചിത്രപരമായ കാര്യം. ഞങ്ങൾ നടന്നു പോകുമ്പോൾ ഞങ്ങളൊപ്പം ഒരു 3 ദേവസ്വം ബോർഡ് ജീവനക്കാരുണ്ട്. അപ്പൊ അവരാ പറയുന്നത്, അയ്യോ, അവരാണ് ഇത് കാണിച്ചു തരുന്നത്, അയ്യോ ഇതിൽ ചവിട്ടൽ ഇവിടെ മറ്റേ കൂർത്ത മോനയുള്ള. കാരണം സ്ക്രൂ ചെയ്യാൻ വേണ്ടി പാകത്തിന് പ്ലേറ്റ് അടിച്ചിട്ടേ ഉള്ളു. നമ്മളൊരു ഭിത്തിയിലേക്ക് ഇങ്ങനെ സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്ലേറ്റ് അടിക്കുമല്ലോ. അപ്പൊ ആ പ്ലേറ്റിൽ മുറിഞ്ഞിട്ടാണ് പറയുന്നത്. എന്നിട്ട് അവർ ചിരിച്ചുകൊണ്ട് പറയാം, ദേവസ്വം ബോർഡിന് അറിയില്ലല്ലോ ഇന്നലെ നട തുറക്കുന്നത്, അതുകൊണ്ടായിരിക്കും ഇത് ഇങ്ങനെ സംഭവിച്ചത്. സോ അത്രത്തിൽ ഒരു രീതിയിലും അയ്യപ്പന്മാർക്ക് ഒരു സൗകര്യവും ചെയ്യാതിരിക്കാൻ ദേവസ്വം ബോർഡ് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. പണ്ട് കല്ലും മുള്ളും കാലക്കമത്തായിരിക്കും, ഇപ്പോ ഇങ്ങനെയൊക്കെയായി. അതെ, ഇപ്പോ ഇരുമ്പു കഷ്ണവും അവിടെയുള്ള ബാക്കിയുള്ള സാധനങ്ങളൊക്കെയാണ്. കാലക്കമത്തല്ല, ശരിക്കും ഉപദ്രവിക്കുക ചെയ്യുന്നത്. ഇതൊക്കെ ഇന്റൻഷനലി ചെയ്യണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? എത്ര ദിവസമുണ്ട്? കഴിഞ്ഞ മാസപൂജക്ക് നടയടച്ചതിന് ശേഷം ഏറ്റവും കുറഞ്ഞത് ഒരു 15 ദിവസം, 20 ദിവസം, 25 ദിവസം ഉണ്ടല്ലോ. എന്ത് ചെയ്ത് ചെയ്യാത്തത്? അപ്പോൾ ബേസിക്കലി ഇത് ചെയ്തു കൊടുക്കണ്ട. ചെയ്താലും ഇല്ലെങ്കിലും അയ്യപ്പന്മാര് വരും, അവിടത്തോഴും ഭണ്ണാരത്തിലുള്ള പൈസ ഇടും എന്നുള്ള ഇന്റൻഷൻ. അതുകൊണ്ട് തന്നെയായിരിക്കും ഇതൊന്നും ചെയ്യാത്തത്. തീർച്ചയായും. അത് മാത്രല്ല, ഇപ്പോ ഒരു വിഭാഗം പറയുന്നുണ്ട് 365 ദിവസം നമ്മുടെ ശബരിമല തുറന്ന് പ്രവർത്തിക്കണം എന്നുള്ള ഒരു രഹസ്യ അജണ്ട ആയിക്കൂടായിക ഇല്ലല്ലോ. കഴിഞ്ഞ തവണയും ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ കാണിച്ചു കൂട്ടിയായിരുന്നു നമ്മുടെ LDF സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ ദേവസ്വം ബോർഡ്. അപ്പോ അതിനെക്കുറിച്ച് എന്താ തോന്നുന്നത്? എനിക്ക് ഈ തിരക്കിനെ പറ്റിയാ ചോദിക്കുന്നുണ്ട്. അതിന് 2 റീസൺ ആണ്. ഒന്ന്, അങ്ങ് ഈ പറഞ്ഞതുപോലെ തന്നെ 365 ദിവസം തുറക്കാൻ പാകത്തിന് അവിടെ ആൾക്കാർ വരുന്നുണ്ട്, ഒരു റഷ് ഉണ്ടാവുന്നുണ്ട് എന്ന് കോടതിയെ ബോധിപ്പിച്ച് കോടതി ഒരു ഓർഡർ വഴി ചെയ്യാനുള്ള ഒരു ശ്രമം. ആക്ച്വലി ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യേണ്ടത് ദേവഹിതം നോക്കിയിട്ടാണ്. ദേവന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തുറക്കാം, അടക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഇത് കോടതിയെ ബോധിപ്പിക്കാനുള്ള ഒരു നാടകമായിട്ട് ഇതിനെ ഞാൻ കാണുന്നു. 2, ചില ഉദ്യോഗസ്ഥരുടെ പരസ്യമായ ഇടപെടൽ മൂലം മാത്രമേ ഇത് സോൾവ് ആവുള്ളൂ എന്നൊരു പ്രതീതി വരുത്താൻ വേണ്ടിയിട്ട് ഇന്റൻഷ്യലി ഇത് ചെയ്ത. കഴിഞ്ഞ വർഷം നമ്മൾ ഇതൊക്കെ കണ്ടിട്ടുണ്ട്. ഈ വർഷം ആദ്യമായിട്ട് കാണുന്നതല്ല ഇത്. ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്നു, അവിടെ ചില ഉദ്യോഗസ്ഥരെ വളരെ കൃത്യമായി പ്ലേസ് ചെയ്യുന്നു, പിന്നീട് പോലീസ് മാമന്മാര് കുട്ടികളെ എടുത്ത് മാളികപ്പുറാണ് എന്നിട്ട് ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്നു, അതിനുശേഷം തൊഴിപ്പിക്കുന്നു. ഇന്നലെ നാടകം ഉണ്ടായിരുന്നു. ഏത് പമ്പയിൽ നിന്നും നടന്ന് ശരംകുത്തി വരെ എത്തി തിരക്കായിട്ട് തിരിച്ചിറങ്ങി വന്ന അമ്മയെ ഇന്ന് ആംബുലൻസ്, അതായത് എമർജൻസി വെഹിക്കിൾ കൊണ്ടുപോയി തൊഴിപ്പിക്കുന്നു. ഇത് ശരിക്കും നാടകല്ലേ? അവിടെ വരുന്ന ഈ ന്യൂസ് വാല്യൂ ഉള്ളവർക്ക് മാത്രമേ തൊഴണ്ടൂ എന്നുള്ളതാണോ ഉദ്ദേശിക്കുന്നത്? എല്ലാവർക്കും തൊഴണ്ടേ? അപ്പൊ ഇത് ബേസിക്കലി ഇതൊരു നാടകമാണ്. ആ നാടകം പോലീസ് ചില മാമന്മാരുടെ പ്രശസ്തിക്കും പബ്ലിസിറ്റിക്കും വേണ്ടിയിട്ടാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. രണ്ടാമത്തെ അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് 365 ദിവസവും നട തുറക്കുക. അതിനിതാ എന്നാലേ അവിടെ എയർപോർട്ട് വരാൻ വേണ്ടി പറ്റുള്ളൂ. അത് ചുറ്റുമായിട്ടുള്ള വലിയൊരു കച്ചവട സംവിധാനം അവിടെ ഉണ്ടാവുള്ളൂ. ഇത് CPM-ഉം ഇവിടെ ഭരിക്കുന്ന ഭരണസമിതിയും ഇത് മുന്നിൽ കാണുന്നുണ്ട് തന്നെ വിചാരിക്കുന്നത്. അല്ല, ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. 1 ലക്ഷം പേരൊന്നും വന്നാൽ ശബരിമലയെ പറ്റി അറിയുന്നവർക്കറിയാം. 1 ലക്ഷം പേരൊന്നും ഒരു ദിവസം തൊഴാൻ വേണ്ടി വരുന്നവന് ശബരിമലയിൽ ഒരു തിരക്കേ അല്ല. ഇപ്പൊ നമ്മളിത് കൗണ്ട് പറയുന്നോണ്ടാ. ഒരു 10 വർഷം മുന്നേ നമുക്ക് കൗണ്ട് പോലും ഉണ്ടായിരുന്നില്ല. അന്ന് ഇത്രത്തോളം അല്ല, ഇതിനേക്കാൾ ആള് വന്നിട്ടുണ്ട്. ശരി, എല്ലാ ദിവസവും ഇത്ര ആള് വരുന്നില്ല എന്ന് തന്നെ വിചാരിക്കാം. മകരവിളക്കോടനുബന്ധിച്ച് ഈ ആൾക്കാർ വരുന്നുണ്ടായിരുന്നല്ലോ. ഇങ്ങനെ വല്ല ഇഷ്യൂ ഉണ്ടായിരുന്നു? ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് വളരെ ഇന്റൻഷ്യലി. എന്നിട്ട് എന്താ ചെയ്യുന്നത്? രണ്ടാമത് ഇതിന് പരിഹാരം കണ്ടു. എങ്ങനെയാ പരിഹാരം കാണുന്നത്? ഞാൻ വീട്ടിൽ നിന്ന് മാലയിട്ട് ഇതാ ശബരിമലയിലേക്ക് പോവാൻ നോക്കുന്നു തോന്നുന്നു, എന്റെ വീട്ടിലൊന്ന് പോലീസ് തടയാൻ വേണ്ടി പോവാ. അല്ല, ഇത് തമാശ രീതിയിലാണെങ്കിൽ സത്യത സംഭവിക്കുന്നത്. നിലക്കൽ തടയുന്നു, എരുമേലി തടയുന്നു, പൊൻകുന്നത്ത് തടയുന്നു. ശബരിമലയിലേക്ക് പോകുന്ന ഭക്തനെ തടയുന്ന സ്ഥലങ്ങളാ ഇന്നലെ രാത്രി സംഭവിച്ചതാ. അത് മാത്രമല്ല, കേട്ടിരുന്നു സന്നിധാനത്ത് യാതൊരു തിരക്കുമില്ലാത്ത സമയത്താണ് ഇവിടെ താഴെ വെറുതെ കയറ് കെട്ടി തടഞ്ഞ് മനഃപൂർവ്വം തിക്കും തിരക്കുണ്ടാക്കുന്നത്. ഇന്നലെ എന്റെ അനുഭവം അതാ.
ഞങ്ങൾ രാവിലെ എത്തി, ഞങ്ങൾ തൊഴാൻ വേണ്ടി കയറുന്നത്, ഞാൻ സിവിൽ ദർശനാണ്, കെട്ട് നിറച്ചിട്ടല്ല. അപ്പോൾ 18-ാം പടി വഴിയല്ല ഞാൻ കയറുന്നത്, ഞാൻ സിവിൽ ദർശനം ക്യൂവിലൂടെ. ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു സിവിൽ ദർശനത്തിന് ആരും ഉണ്ടാവില്ല, എല്ലാവരും കെട്ടെടുത്തു വന്നുകൊണ്ടായിരിക്കാം. പക്ഷേ സന്നിധാനത്തെത്തിയപ്പോൾ മിനിമം അവിടെ ഒരു 20-25 പേരെ മൊത്തത്തിലുള്ളൂ തൊഴാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ക്യൂ കാലിയായിട്ട് ഓടി വന്ന് തൊഴുവായിരുന്നു. അപ്പൊ സന്നിധാനത്ത് തിരക്കില്ല, 18-ാം പടിക്ക് മാത്രമേ താഴെ തിരക്കുള്ളൂ. അതിന് 2 റീസൺ ഉണ്ട്. ഒന്ന്, ഒരു 10 വർഷം അല്ല ഒരു 5 വർഷം മുന്നേ 18-ാം പടി കയറുന്ന ഒരു സ്നാപ്പും ഇന്ന് കയറുന്ന ഒരു സ്നാപ്പ് കൊടുത്താൽ ഇന്നത്തെ ഒരു 8 മുതൽ 15 പേരെ ആ ഒരു ഫോട്ടോയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. 40-50 പേരുണ്ടായിരുന്നു. അപ്പോൾ പോലീസ് വളരെ എഫിഷ്യന്റ് ആയിട്ട് മാക്സിമം ആൾക്കാരെ പടികയറ്റുകയും അതോടൊപ്പം തന്നെ തൊഴിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് മിനിമം ആൾക്കാരെ കയറ്റുന്നുള്ളൂ. പോലീസിന്റെ എഫിഷ്യൻസി ഇല്ലായ്മയോ അല്ലെങ്കിൽ അവർക്ക് അത് ആവായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെക്നിക്കൽ റീസൺ ഉണ്ടോ, അവിടെ തൂണ് വന്നതിന്റെ ഭാഗമായിട്ടാണോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഈ സാധനം വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇതിനെപ്പറ്റി ആധികാരികമായി അറിയുന്നവർ പറയുന്നു 1 മിനിറ്റിൽ 80 മുതൽ 120 പേരെയൊക്കെ കയറ്റുമായിരുന്നു. പക്ഷെ ഇപ്പൊ സംഭവം നമ്പർ എനിക്ക് ഓർമ്മയുണ്ട്. ചെറുപ്പകാലത്തൊക്കെ ഞാൻ വളരെ ചെറുപ്പത്തിലാണ് പോയത്. അപ്പൊ വളരെ ഇങ്ങനെ തട്ടി കയറ്റിട്ടുണ്ട്. നമുക്ക് ആ 18-ാം പടി കയറേണ്ട ആവശ്യം പോലും ഇല്ലായിരുന്നു. അതെ, താഴെ നിൽക്കുമ്പോഴേക്കും ഉള്ളു തന്നെ തള്ളി നമ്മളൊരു ഓരോന്നിലും കാല് തൊടുന്നു എന്നല്ലാതെ അതിനപ്പുറം നമുക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അപ്പോൾ ശബരിമലയിൽ ഇത് ആരൊക്കെയോ ചേർന്ന് ഇന്റൻഷ്യലിയാണ്. ഇനി ഈ 2 റീസൺ പറഞ്ഞത് കൂടാതെ ഒരു റീസണും കൂടി ഞാൻ അതിന് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പൊ എന്റെ സ്വർണം അടിച്ചു മാറ്റിയതിനെ പറ്റി ചർച്ചയുണ്ടോ? ശരിയാണ്, തീർച്ചയായും ചർച്ചയുണ്ടോ? അതിനെപ്പറ്റി ആരും ഓർക്കുന്ന പോലില്ല. ഇപ്പോഴത്തെ വിഷയം ശബരിമലയിൽ തിക്കും തിരക്കുമാണ്. അപ്പോ വളരെ കൃത്യമായി മറ്റേ സിനിമയിലെ ഡയലോഗ് പറയുന്നത് പല്ല് ചാവുന്ന തവള ചാവുന്നത് പാമ്പ് ചാവുന്നത് വരെ, പാമ്പ് ചാവുന്നത് അടുത്ത്. അപ്പൊ വളരെ കൃത്യമായി അതിനേക്കാൾ നാട്ടുകാർക്ക് ഇമോഷൻ തോന്നുന്ന ഒരു സാധനം വളരെ കൃത്യമായി പ്ലേസ് ചെയ്തു. ശബരിമലയിലെ അഴിമതിയും അവിടുത്തെ വിജിലൻസ് സംവിധാനങ്ങളുടെ അന്വേഷണവും ഒക്കെ ഒരു പരിധിക്കപ്പുറം ന്യൂസ് വാല്യൂ ഇല്ലാതായി. ഇന്റൻഷ്യലി ഇതിനൊക്കെ വേണ്ടിയിട്ട് ശബരിമലയിലെ ഭക്തരെ ഉപദ്രവിക്കുക. വളരെ ദയനീയമായി കണ്ട ഇന്നലത്തെ ഒരു കാഴ്ച, ശബരിമലയിലെ വലിയ നടപ്പന്തല് ഇറങ്ങി വരുന്നതും കയറി പോകുന്നതുമായിട്ടുള്ള, അതായത് കെട്ടില്ലാതെ സിവിൽ ദർശനത്തിന് പോകാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് പോകുന്നതും എന്നാൽ ദർശനം കഴിഞ്ഞ് ഇറങ്ങി വരുന്നതുമായിട്ടുള്ള വലിയ നടപ്പന്തല് ആ ആശുപത്രിക്ക് സൈഡിലായിട്ടുള്ള സ്ഥലമുണ്ട്. അവിടെ കയറ് കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ആളെ വിടാതിരിക്കുക. തിരക്ക് നിയന്ത്രിക്കാനാണെങ്കിൽ 2 ഭാഗത്തേക്കും ആൾക്കാരെ ഒഴിവാക്കല്ലേ ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഇറങ്ങുന്നവരെ ഇറക്കി വിടുവല്ലേ എന്തേ അങ്ങനെ ചെയ്യുന്നത്? സോ മനഃപൂർവ്വം അല്ലെങ്കിലും മനഃപൂർവ്വമാണെങ്കിലും അവിടെ തിരക്കുണ്ടാക്കാനുള്ള ഒരു ശ്രമം പോലീസിന്റെയും അതിനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തുനിന്നുണ്ട്. ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ആ പോലീസുകാരനോട് ചോദിച്ചു ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? സാറേ ഞങ്ങൾക്കറിയില്ല, മോളിന്ന് പറഞ്ഞു ഞങ്ങൾ ചെയ്യാം. അവൻ എന്നാലും കോമൺ സെൻസ് വേണ്ട, ഇറങ്ങുന്നവർ ഇറങ്ങിപ്പോണം, ഇല്ല അവിടെ വലിയ തിരക്ക് വരും. അപ്പോ എവിടെയോ ബോധപൂർവമായിട്ട്, ഞാൻ അങ്ങനെ പറയുള്ളൂ, ഇത് ബോധപൂർവമായിട്ട് അവിടെ തിരക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അതിന് ഈ 2-3 റീസണുകളും ഉണ്ടാവാം. തീർച്ചയായും അത് തന്നെയായിരിക്കും. അല്ലാതെ 365 ദിവസം അവർക്ക് ലാഭം കൊയ്യാലോ. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വരുമാന മാർഗം എന്ന് പറയുന്നത് ഒന്ന് ഈ ശബരിമല, പിന്നെ ഒന്ന് നമ്മുടെ ലോട്ടറി, പിന്നെ ഒന്ന് നമ്മുടെ മദ്യം. ഇതല്ലാതെ അവർക്ക് വേറെ ഒന്നുമില്ല. അപ്പോൾ ആസൂത്രിതമായിട്ടായിരിക്കാം. അതിലൊന്നും കൂടി കൂട്ടിച്ചേർക്കണം, ഇതിനകത്തു നിന്നൊക്കെ കക്കുന്നതും 4ാമത്തെ ഒരു വരുമാന സോഴ്സ് ആയിട്ട് നമ്മൾ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അതെ, പിന്നെ ഒന്ന് കിഫ്ബിയും, അല്ലാതെ ഇവർക്ക് വേറെ വരുമാന മാർഗമൊന്നുമില്ല. അതിനു വേണ്ടി തന്നെയുള്ള ഒരു പുതിയ തന്ത്രമായിരിക്കാം. അതെ, ഉറപ്പായിട്ടും. നമുക്ക് മലയാളികൾക്ക് ഇത് കണ്ട് തഴമ്പിച്ചു എന്ന് മാത്രം. അതെ, മലയാളികൾക്ക് ഇത് ശബരിമലയില് എല്ലാ സാധനവും ഹൈഡ് ചെയ്യാനുള്ള ഒരു ഇന്റൻഷനലി ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല. ശബരിമലയിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കുറെ ഹിന്ദു സംഘടനകൾ വളരെ ആക്റ്റീവായിരുന്നു. അയ്യപ്പ സേവാ സമാജ് ആയിക്കോട്ടെ, അയ്യപ്പ സേവാ സംഘ് ആയിക്കോട്ടെ, അല്ലെ അതുപോലെയുള്ള ഒരുപാട് ഹിന്ദു ഹൈന്ദവ അയ്യപ്പ റിലേറ്റഡ് സംഘടനകൾ അവിടെ ഉണ്ടായിരുന്നു. ഇവരെയൊക്കെ വളരെ ഇന്റൻഷനലി മാറ്റി. 2, കോടതിയുടെ ഉത്തരവോട് കൂടിയിട്ട് സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും വീഡിയോഗ്രാഫി നിരോധിച്ചു. അതുകൊണ്ട് സംഭവിച്ചെന്താ? ഇല്ലെങ്കിൽ അവിടുന്ന് സ്വർണ്ണം എടുത്തിട്ട് പോകുമ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റാഫെങ്കിലും അത് വീഡിയോ ചിത്രീകരിച്ചേനെ, ഏതെങ്കിലും ഒരു സ്റ്റാഫെങ്കിലും. കാരണം ശബരിമലയിലെ അയ്യപ്പന്റെ വിഗ്രഹങ്ങളോ അതുപോലെയുള്ള സാധനങ്ങളോ ഒന്നും വീഡിയോ എടുക്കണോ പുറത്തു വിടണോ എന്നൊക്കെയുള്ളത് രണ്ടാമത്തേത്. അത് വേണ്ടാന്നുള്ളത് തന്നെയാണ് കോടതിയെ പോലെ ഒരു സാധാരണ ഭക്തനുള്ളതിൽ എൻ്റെതും. പക്ഷെ അവിടെയുള്ള ഈ ബാക്കിയുള്ള ഈ സാധനങ്ങൾ വീഡിയോ വരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കുറെ സാധനങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ പെട്ടോ പെട്ടില്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അവിടെ നടക്കുന്നുണ്ട്. സംഘടനകളെ പുറത്താക്കുന്നു. 3ാമത് ഇതേപോലെയുള്ള ക്യാമറ വീഡിയോ ഫോട്ടോഗ്രാഫികൾക്ക് അവിടെ നിരോധനം ഏർപ്പെടുത്തുന്നു. എന്ത് ചെയ്താലും പുറത്തു വരാത്തതിന്റെ റീസൺ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഇതൊക്കെ, അതായത് വളരെ കൃത്യമായ കാൽക്കുലേഷനോട് കൂടിയിട്ട് ദേവസ്വം ബോർഡും പിണറായി വിജയന്റെ സർക്കാരും അവിടെയുള്ള പോലീസ് സംവിധാനങ്ങളും എല്ലാം മറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ നാടകം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതുമുണ്ട്.
ജിത്തു ജോസഫിന്റെ ഒക്കെ സിനിമ പോലെയാണ്, വളരെ ആസൂത്രിതമായി പ്ലാൻഡ് ആയി അതെ. തന്നെയാണ് അവര് അതെ. ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ഇതൊക്കെ കണ്ടിരിക്കാമെന്നല്ലാതെ പ്രതികരിക്കാമെന്നല്ലാതെ ഇതിനപ്പുറത്തേക്ക് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇനിയിപ്പോ മൂന്നാം പിണറായി സർക്കാരും വരികയാണെങ്കിൽ നമ്മുടെ ശബരിമലേനെ അയ്യപ്പൻ തന്നെ കാത്തുകൊള്ളണം. അല്ല, ഇതിൽ നമ്മളൊന്നും ചെയ്യേണ്ടതായിട്ടുമില്ല. കാരണം അവിടെ നമ്മളെല്ലാരും വിശ്വസിക്കുന്ന, നമ്മളെ കാത്തുരക്ഷിക്കുമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്ന അയ്യപ്പൻ അവിടെയുണ്ട്. കൃത്യമായിട്ട് യുവതീ പ്രവേശനം മുതൽ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ മതി, അവിടെ ഉപദ്രവിക്കാൻ വന്ന എല്ലാവർക്കും വിരലിൽ എണ്ണി 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 അയ്യപ്പൻ പണി കൊടുത്തിട്ടുണ്ട്. മുരാരിക്ക് അതിന്റെ നല്ലൊരു എക്സാമ്പിളാണ്. മുരാരിക്ക് എവിടെയുള്ള വലിയൊരു കള്ളന്മാരിൽ ഒരാളാണ്. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഇനിയിപ്പോൾ എന്തുണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അമ്പലം കട്ടം എന്നുള്ള പേരിലാണ് അദ്ദേഹം നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്തൊന്നും ചെയ്യേണ്ടത്, നമ്മൾ ഇതിനകത്ത് വ്യാകുലപ്പെടേണ്ട, ആകുലരാവേണ്ട ഒന്നുമില്ല. അയ്യപ്പൻ വളരെ കൃത്യമായിട്ട് പണി കൊടുക്കേണ്ടവർക്ക് പണി കൊടുക്കുകയും ചേർത്ത് പിടിക്കേണ്ടവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നുണ്ട് ശബരിമലയിൽ. അതാണ് കഴിഞ്ഞ കുറച്ച് വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസ്.